വാട്ട് യു ഡു. നയന എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? എൻ്റെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടിയാണ്. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് എൻ്റെ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് വഴി തിരിച്ചു വിട്ടത്. എന്താണ് നയനയ്ക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇതിൻ്റെ? എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, ആൾക്കാരെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നയനേനെ? എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ ഹീലറാണ് എന്നാണ് നയന പറയാറ്. എല്ലാവരും അതിന് മറുപടിയായിട്ട് വീണ്ടും ചോദിക്കാറുണ്ട്, എന്ന് വെച്ചാൽ ഹീലറിന് വെച്ചാൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ സൈക്കാട്രിക് അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് മാത്രമാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ആൾക്കാരെപ്പോഴും അങ്ങനെ വിചാരിക്കും പറയുള്ളൂ. പക്ഷെ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ഇമോഷൻസ് എന്താണ്? അതൊരു ക്ലിനിക്കൽ ഡിപ്രഷൻ തന്നെ ആവണമെന്നില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ടൈം നെവർ ഹീൽസ്. കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ. പണ്ടത്തെ നയനയും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നയനയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ പെട്ടെന്ന് എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഇറ്റ്സ് ഹ്യൂജ്. അങ്ങനെയാണ് എനിക്കിതിനോടുള്ള ഒരു പാഷനും ഇൻട്രസ്റ്റും മനസ്സിലായത്. ഓക്കെ, നാച്ചുറലായിട്ട് നമ്മളുടെ ആങ്കറും സാഡ്നെസ്സും ഇതൊക്കെ നമുക്ക് വരുന്നതാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ വി ഹാവ് എ ഹീലർ ആസ് അവർ ഗസ്റ്റ്, നയന ജി നായർ. ഹീലർ എന്ന് പറയുമ്പം ഒരു പുതുമ തോന്നുന്നില്ലേ? അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം നയനയിലേക്ക്. ഹായ് നയന, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. താങ്ക് യു അനീലിയ. അപ്പം നയനയുടെ പ്രൊഫഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് യു ഡു? ഞാനൊരു ചൈൽഡ്ഹുഡ് ആൻഡ് ഇൻ്റർ ജനറേഷണൽ ട്രോമ തെറാപ്പിസ്റ്റാണ്. ഓ, ഓക്കെ. ഓക്കെ, നമ്മൾ എല്ലാവരും നമ്മുടെ അഡൽട്ട് ലൈഫിൽ പല രീതിയിലുള്ള ചാലഞ്ചസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പല സമയത്തും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ചാലഞ്ച് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കിടക്കുന്നത് നമ്മളുടെ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ ഒരു നമ്മളുടെ വൂമ്പിൽ നിന്ന് തൊട്ട് നമ്മളുടെ ഒരു 12 വയസ്സ് വരെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ആ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളുണ്ടാക്കുന്ന ബിലീഫ്സ്, അതെല്ലാം നമ്മളുടെ ലൈഫിലെ ഒരു ഫൗണ്ടേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൗണ്ടേഷനിൽ നിന്നാണ് നമ്മളുടെ അഡൽട്ട് ലൈഫ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ആദ്യം മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ ചാലഞ്ചിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. ചാലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് മെന്റൽ സ്ട്രെസ്, ട്രോമ അങ്ങനെ തന്നെ ആവണമെന്നില്ല. മെന്റൽ സ്ട്രെസ് ഉണ്ടാവാനുള്ളൊരു കാരണം അവരുടെ റിലേഷൻഷിപ്പ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം. ചിലർക്ക് കരിയറിൽ അവർക്ക് വേണ്ട രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഫൈനാൻഷ്യലായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഇതുപോലെയുള്ള എല്ലാ ചാലഞ്ചസിൻ്റെയും നമ്മുടെ അഡൽട്ട് ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു രൂപീകരണം നടന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലോട്ട് പുറകിലോട്ട് കൊണ്ടുപോയി അവിടെ എന്തൊക്കെ ഇമോഷൻസാണ് അവർ കടന്നു പോയിട്ടുള്ളത് അതിനെ പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാം, ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചാലഞ്ചസിൽ നിന്ന് എങ്ങനെ അവർക്ക് പുറത്ത് വരാം എന്നാണ് ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനൊരു ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്? ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അവർ ഇപ്പോൾ എനിക്ക് ഫൈനാൻഷ്യൽസിൽ ഒരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഹെൽത്ത് പല രീതിയിലുള്ള അസുഖങ്ങളായിട്ട് ഫിസിക്കൽ ഇഷ്യൂസായിട്ട് വരുന്നു, റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും മെൻ്റലി അത് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മുടെ ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിന് കാരണം കിടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളുടെ ആ പ്രോഗ്രാമിംഗ് രൂപപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ അഡ്രസ്സ് ചെയ്യും. അവിടെ എന്തൊക്കെയാണോ നമുക്ക് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്
അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തോട്ട് പ്രോസസ്സ് എന്താണ്, അതൊരു കോർ ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ട് നടക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഓക്കെ, നമ്മളുടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്സും ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ലൈഫിലെ ഇപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നോ ആ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള തോട്ട്സിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. മൈൻഡ് ലെവലിൽ മാത്രം എൻ്റെ തിങ്കിങ്ങിനെ ഫിക്സ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, പക്ഷെ പലർക്കും കുറച്ചു നേരം ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടാലോ അല്ലെങ്കിൽ ഒരു അഫർമേഷൻസ് പറഞ്ഞാലോ കുറച്ചു നേരത്തേക്ക് ഒരാശ്വാസം, പക്ഷെ അത് താൽക്കാലികമാണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് അതിൽ നിന്ന് അവർക്ക് ആ ഒരു എനർജി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഇമോഷൻസ് നമ്മുടെ ബോഡിയിലാണുള്ളത്. നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിലുള്ളത്. ഓക്കെ, നമ്മൾ തോട്ട്സിനെ മാത്രമായിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതിൻ്റെ അണ്ടർലൈങ് ഒരു ഇമോഷൻ കിടപ്പുണ്ട്, അത് കണ്ടെത്താനും അതിനെ അവിടെ അഡ്രസ്സ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലി നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഒരു പോസിറ്റീവ് എംപവറിങ് ബിലീഫ് സിസ്റ്റത്തിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നയന എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? എൻ്റെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെയാണ്. എൻ്റെ ലൈഫിലും ഞാൻ പല ഇമോഷണൽ ഇഷ്യൂസിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാനൊന്ന് വായിക്കുമായിരുന്നു ഒരുപാട്. അപ്പോൾ വായിക്കുമ്പോഴാണ് പല ബുക്സിലും, ഇപ്പോൾ എസ്പെഷ്യലി ഡോക്ടർ ബ്രയാൻ വെയിൽസിൻ്റെ ബുക്കാണ് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്. ഡോക്ടർ ബ്രയാൻ വെയിൽസ് ഒരു പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിസ്റ്റാണ്. ഓക്കെ, ആ ഡോക്ടറുടെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് എൻ്റെ ലൈഫിലെ ഒരു ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ട് വഴി തിരിച്ചു വിട്ട ഒരു ഞാൻ ഒരു 23-24 ഇയേഴ്സ് ആ ഒരു സമയത്താണ്, ആ ഒരു പ്രായത്തിലാണ് ഞാനത് വായിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസസ് നമ്മളിപ്പോൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു റീസൺ നമ്മുടെ പാസ്റ്റിൽ കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്ന് ഉള്ള ഒരു ഹോപ്പാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനുള്ള എങ്ങനെയാണ് എനിക്ക് അതിനൊരു മെൻറ്റേഴ്സിനെ കിട്ടുക എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു പോയി. പക്ഷേ ആ സമയത്ത് ഇറ്റ് വാസ് ഇൻ 2012-13 ആ ഒരു സമയത്താണ്. അന്ന് ഇതുപോലെ ഓൺലൈൻ സെഷൻസോ ഇത്രയും ഈ ഒരു ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് സമയമെടുത്തു അന്വേഷിച്ച് ഒരു മെൻറ്ററിനെ കണ്ടെത്താനും ഒക്കെ സമയമെടുത്തു. ഗ്രാജ്വലി ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് എൻ്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഒത്തിരി ഇൻഫ്ലുവൻസും കണ്ടീഷനിങ്ങും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഓൺ ഹീലിംഗ് ജേർണിയിൽ കൂടെ കടന്നുപോയി അങ്ങനെയാണ് എനിക്കിതിനോടുള്ള ഒരു പാഷനും ഇൻട്രസ്റ്റും മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എല്ലാം സെൽഫ് എക്സ്പ്ലോറേഷനിൽ കൂടെയാണ് നമ്മൾ ആ ഒരു ഇപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത് എൻ്റെ ഓൺ ഒരു സെൽഫ് ഹീലിംഗ് ജേർണി കൂടെ കടന്നു പോയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നയന ആസ് എ ഹീലർ? ആസ് എ ഹീലർ ഞാനൊരു സർട്ടിഫൈഡ് ഹീലറാണ്. സോ നമ്മൾ ഒരു വേറൊരു പേഴ്സണിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ വി ഹാവ് ടു ലേൺ. അതിന് വേണ്ട കോഴ്സസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്? നയനേനെ കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെ? മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും എന്നെ അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്. ഞാൻ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയില്ല, ഈ ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൂടെയാണ് മോസ്റ്റ്ലി ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പിന്നെ വർക്ക്ഷോപ്സും ഗ്രൂപ്പ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 1-on-1 സെഷനാണ്. കാരണം നമ്മളുടെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ റിസോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് 1-on-1 സെഷനിൽ ഇരുന്ന് തന്നെ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഗ്രൂപ്പ് സെഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു വർക്ക്ഷോപ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അവയർനെസ് പ്രോഗ്രാംസ് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഒരു സീക്രട്ട് മൂൺ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 2.5 ഇയേഴ്സ് കണ്ടിന്യൂസ്ലി അറൗണ്ട് എവറി ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ നമ്മളിങ്ങനെയുള്ള ഹീലിംഗ് ടോപ്പിക്സിനെ അവതരിപ്പിക്കുകയും പല രീതിയിലുള്ള ടോപ്പിക്സും ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും പുതിയ പുതിയ പ്രോഗ്രാംസുമായിട്ട് പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇനി ഫ്യൂച്ചർ ഇങ്ങനൊരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഫ്യൂച്ചർ? ഇപ്പോൾ ഒത്തിരി സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും
ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എന്താണ് നയനയ്ക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇതിൻ്റെ? എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു ട്രോമ ഇൻഫോംഡ് വേൾഡ്. ഓക്കെ, ഒരു ട്രോമ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് ലൈഫിൽ അങ്ങനെ ട്രോമയൊന്നുമില്ല. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ട്രോമ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവം ആവണമെന്നില്ല. എനിക്ക് വളരെ ചെറുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം അതിലേക്ക് ചിലപ്പോൾ ഒരു ട്രോമ ആവാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, അത് ഓരോ പേഴ്സണും ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് അത് വളരെ വലിയൊരു കാര്യമായിരിക്കാം. അപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം തൊട്ട് വളരെ എന്താ പറയുക ട്രാജിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇപ്പോൾ പെട്ടെന്നൊരു ഫൈനാൻഷ്യൽ ലോസസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ട്രാജിക് ആക്സിഡൻറ്റിൽ കൂടെ കടന്നു പോവുക, ഇതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ദേ ആർ ഗോയിങ് ത്രൂ സംതിങ് ബിഗ്. പക്ഷേ അതല്ലാതെ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ബുള്ളിയിങ് അല്ലെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞ ഒരു കമൻറ്റ്, പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടാവണം എന്നില്ല അവരത് പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷേ ആ കേൾക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഈവൻ അതുപോലും ഒരു ട്രോമയാവാം. അപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ചില ആൾക്കാർക്ക് അത് ട്രോമയാവാം. ഓക്കെ, ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, എസ്പെഷ്യലി പേരൻസിൻ്റെ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളുടെ ഒരു മെൻ്റൽ ഹെൽത്ത്, നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ സൈക്കാട്രിക് അങ്ങനെയുള്ള കണ്ടീഷൻസിലേക്ക് മാത്രമാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ആൾക്കാർ എപ്പോഴും അങ്ങനെ പറയുള്ളൂ. പക്ഷേ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ഇമോഷൻസ് എന്താണ്? അതൊരു ക്ലിനിക്കൽ ഡിപ്രഷൻ തന്നെ ആവണമെന്നില്ല. ആങ്കർ, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്. ഓക്കെ, അതിനകത്ത് ആങ്കർ, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, ഹോപ്പ്ലെസ്നെസ്, സാഡ്നെസ്, അങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഡിസംപവറിങ് ഇമോഷൻസിൽ കൂടെ നമ്മൾ പല ആൾക്കാരും പല ദിവസവും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും ഒരു മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചിലോട്ട് കടന്നു പോകുന്നത്. ബട്ട് എൻ്റെ ഇമോഷൻസ് ഇപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഇമോഷൻസ്? ഞാനൊരു എംപവറിങ് സ്റ്റേറ്റിൽ കൂടെയാണോ കടന്നു പോകുന്നത്, അതോ ഡിസംപവറിങ് സ്റ്റേറ്റിൽ കൂടെയാണോ, ഇമോഷണൽ സ്റ്റേറ്റിൽ കൂടെയാണോ ഞാൻ കടന്നു പോകുന്നത്? അവിടെ നിന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമോഷൻസിൽ കൂടെ ഞാൻ കടന്നു പോകാനുള്ള കാരണം എന്താണ്? ഇത് ഇപ്പോൾ ഉണ്ടാകുന്ന ട്രിഗർ എന്ന് പറയുന്നത് ഒരു വിൻഡോ ആണ്. അതിൻ്റെ റിയൽ വൂണ്ട് കിടപ്പുള്ളത് പാസ്റ്റിലാണ്. ഓക്കെ, നമ്മളുടെ പ്രസൻറ്റ് ട്രിഗർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ വിൻഡോ ടു എ പാസ്റ്റ് വൂണ്ട്. അതിൽ കൂടെയാണ് നമുക്ക് പുറകിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ പുറകിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പാരലായിട്ട് പല എക്സ്പീരിയൻസസും നമ്മളുടെ ചൈൽഡ്ഹുഡിൽ വേറെ പല രീതിയിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അഡൽട്ട് ലൈഫിൽ നമ്മൾ കാണുന്ന നമ്മളുടെ ഓഫീസിലെ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സർക്കിളിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ, എസ്പെഷ്യലി നമ്മുടെ സ്പൗസ്, ഇവർക്കെല്ലാവർക്കും നമ്മൾ എന്തൊക്കെയാണോ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, ഓക്കെ, അതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അവിടെ ഞാൻ എന്താണോ പ്രോസസ്സ് ചെയ്യാത്തത്, എന്ത് ഇമോഷൻസ് ആണോ പ്രോസസ്സ് ചെയ്യാത്തത്, ആ ഇമോഷൻസിനെ ആയിരിക്കും ഇവർ വന്ന് ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ പൊതുവേ നമ്മളുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാരണമാണ്, ഒരു ബ്ലെയിം മോഡിലോട്ട് പോവുകയാണ്. ബ്ലെയിമിൽ നമുക്ക് പ്രത്യേകിച്ചൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് അതിൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ്ങിൽ കൂടെ മാത്രമേ നമുക്കതിൽ റിയൽ സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെഷൻസ് എന്ന് പറയുന്നത് എത്ര സെഷൻസ് വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഒരു ക്ലാരിറ്റി കോളിന് വരാനാണ് പറയുക, ഒരു ബേസിക് കൺസൾട്ടേഷൻ. ഓക്കെ, അവർക്ക് അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ റൂട്ട് എവിടെയാണ് കിടക്കുന്നത്? എപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ റൂട്ട് കോസാണ്. റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ലോങ് ടേം ആ ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു പെട്ടെന്നുള്ളൊരു റിസൾട്ടിനേക്കാൾ കൂടുതൽ ക്വിക്ക് ഫിക്സ് ആണ് ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത്. പക്ഷേ ക്വിക്ക് ഫിക്സിനേക്കാൾ കൂടുതൽ നമ്മളുടെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിലും നമ്മളൊരു അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു
വിത്ത് ഒരു ഈസ് നമ്മളുടെ ഒരു അങ്ങനെ ഒരു ലൈഫിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാസ്റ്റ് ചാലഞ്ചസിനെയോ നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയും, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കുട്ടി ഉണ്ട്. ഈ ഒരു ഇന്നർ ചൈൽഡ് പീരീഡ് അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റുക. ഞാൻ എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മിനിമം 3 months ആണ് എല്ലാവരുടെ അടുത്തും സമയം പറയുക. യു ആർ റെഡി ടു കമ്മിറ്റ് ഫോർ മിനിമം 3 months, ദെൻ ജോയിൻ മീ. ഓക്കെ, ഇപ്പം നയന തന്നെ നയനയുടെ സെൽഫ് ഹീലിങ്ങിൽ കൂടെ കടന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ടത്തെ നയനയും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നയനയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ പെട്ടെന്ന് എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഇറ്റ്സ് ഹ്യൂജ്. എത്ര പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി 100%. ഡെഫിനറ്റ്ലി 100%. ആ മാറ്റം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ നയന എന്ന് പറയുന്നത് ഒരുപാട് കണ്ടീഷനിങ് ആയിരുന്നു. ഓക്കെ, നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് വന്നതും നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് വന്ന നമ്മളെടുത്തിട്ടുള്ള ഒരുപാട് ബിലീഫ്സും നമ്മളുടെ തോട്ട് പ്രോസസ്സും എല്ലാം നമ്മുടെ പെർസെപ്ഷൻ പോലും ഫോം ചെയ്തിട്ടുള്ളത് പുറത്തു നിന്നാണ്. റിയൽ നയന എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോയപ്പോഴാണ്. ഒതൻറ്റിക് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിന് ശേഷമാണ്. എനിക്കെന്താണ് റിയലി വേണ്ടത്, എനിക്ക് എന്ത് എക്സ്പീരിയൻസസ് ആണ് എൻ്റെ ലൈഫിൽ വേണ്ടത്, എനിക്കെന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, അതെല്ലാം എനിക്ക് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, ഓക്കെ, ആ സ്ട്രെങ്ത് അല്ലെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് കണ്ടെത്താനും ആ ഗിഫ്റ്റ് എങ്ങനെ എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നെല്ലാം മനസ്സിലാവുന്നത് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ ഹീലിംഗ് ആ ഒരു എക്സ്പ്ലോറേഷൻ റിയൽ നയനേനെ കണ്ടെത്താനുള്ള ഒരു ജേണി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ വരുന്ന ക്ലയൻസ് നയനാണ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈവസി പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരും കാണില്ലേ? തീർച്ചയായിട്ടും. അപ്പം ഹൗ യു മെയിൻറ്റെയിൻ ദാറ്റ്? എപ്പോഴും നമ്മൾ കൺസൾട്ടേഷൻ കോളിൽ വരുമ്പോൾ തന്നെ ആദ്യമേ പറയാറുള്ളത് വാട്ട് എവർ വി ഡിസ്കസ് ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ സെഷൻസിലോട്ട് പോവുക. കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ അറിയാത്ത പല കാര്യങ്ങളും ആയിരിക്കും അവർ ചിലപ്പോൾ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും. ഈവൻ എൻ്റെ ഒരു ഇനീഷ്യൽ സെഷൻസിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് പോലും ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളുമാണ് എനിക്ക് ആ ഒരു സമയത്ത് റിവീൽഡ് ആവുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസിലെല്ലാം ഉണ്ട്. നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും ഇമോഷൻസും എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ഇതൊന്നും എവിടെയും പോകുന്നില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ടൈം നെവർ ഹീൽസ്. ഓക്കെ, ആ ടൈമിൽ നമ്മൾ ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു അതാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്. അല്ലാതെ ടൈം ഒരിക്കലും ഹീൽ ചെയ്യില്ല. സമയം നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ ഡീപ്പായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സിങ്ക് ചെയ്ത് പോവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വലിച്ചെടുക്കേണ്ടി. ഓക്കെ, അപ്പം ഇപ്പോൾ നയന എവിടെയാണ് സർവീസ് ഇപ്പം ചെയ്യുന്നത്? ഞാൻ കൊച്ചിയിലാണ് ഉള്ളത്. പക്ഷെ കൂടുതലും സെഷൻസ് ഓൺലൈനാണ്. കാരണം മോസ്റ്റ്ലി ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ, കാരണം അവിടെ അവയർനെസ് കുറച്ചും കൂടെ കൂടുതലാണ്. ഹീലിംഗ് തെറാപ്പീസിനെ പറ്റിയിട്ടുള്ള അവയർനെസ് പൊതുവെ കുറവാണ്. കേരളത്തിന് പുറത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അവയർനെസ് കൂടുതലുണ്ട്. ഓക്കെ, കേരളത്തിൽ അത് വളരെ കുറവാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പം ആസ് എ ഹീലർ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് നയനേനെ? എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ ഹീലറാണ് എന്നാണ് നയന പറയാറ്. അപ്പം എന്താണ് ആളുടെ ഒരു റിയാക്ഷൻ? എല്ലാവരും അതിന് മറുപടിയായിട്ട് വീണ്ടും ചോദിക്കാറുണ്ട്, എന്ന് വെച്ചാൽ ഹീലർ എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ഇവിടെ അത്രയും കോമൺ ആയിട്ട് ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്താണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഇത് ആക്സെപ്റ്റൻസിനൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നോ? എല്ലാവരും ഹീലിംഗ് ചെയ്യുന്ന ഒരാളാണ്, അപ്പം എനിക്ക് ക്ലയൻ്റായിട്ട് വരാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ടോ ആളുകൾക്ക്? എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. ഇവിടെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് ആൾക്കാർ ഓപ്പണാണ്. അവർക്ക് അവയർനെസ് ഇല്ല എന്നുള്ള ആ ഒരു എഡ്യൂക്കേറ്റീവ്
ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാരിപ്പോൾ വളരെ ഓപ്പണാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ ആൾക്കാർ വളരെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇതിനെ. ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ട്രോമ ഇൻഫോംഡ് വേൾഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും സ്കൂൾസിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും പെർഫോം ചെയ്യാൻ പറ്റാത്തയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവർക്ക് അവർ വിചാരിക്കുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യാണ്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും അതിനെ അവരെ ലേബൽ ചെയ്യുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയിട്ട് കാണുക ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്തുകൊണ്ടാണ് അവർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ഇൻ വർക്ക് പ്ലേസസ് അവിടെ എംപ്ലോയീസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതെല്ലാം അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഒരു ട്രോമ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആവാൻ തുടങ്ങും. അതെ, ഓക്കെ. അപ്പോൾ അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്യൂ, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരുടെയും പാസ്റ്റ് എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പാസ്റ്റ് ട്രോമ അവർക്ക് ഉണ്ടോ അതിൽ നിന്നായിരിക്കും അവരുടെ പെർസെപ്ഷനും എല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആയിരിക്കണം എന്നില്ല. ഓക്കെ, നമ്മളുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് ട്രൂത്ത് അല്ല, നമ്മുടെ പെർസീവ്ഡ് റിയാലിറ്റിയാണ്. ഈ പെർസെപ്ഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു 0 to 12 ഇയേഴ്സിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്മെന്റ് നമുക്കുണ്ട്. ആ ലോജിക്കൽ ബ്രെയിൻ അത്രയും ഡെവലപ്പ് ചെയ്യാത്ത സമയത്താണ് നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അതെ, നമ്മളുടെ ഈ പ്രോഗ്രാമിംഗ് രൂപപ്പെട്ടിട്ടുള്ളത്. അവിടെ പോയി ലോജിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അവിടെ ആ ചൈൽഡിന് നമ്മളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ ആ ചൈൽഡിനെ ആ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാനും ആ ഒരു ലവിങ് സപ്പോർട്ടിങ് പ്രസൻസ് കൊടുത്താലും മാത്രമേ നമുക്ക് അവരുടെ റിക്കവറി, അവരുടെ ഒരു വേണ്ട ഒരു ഗോൾസിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഫ്യൂച്ചറിലോട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലോക്സ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് പല രീതിയിലുള്ള ബ്ലോക്സ് അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അതെപ്പോഴും ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ മാത്രം നമുക്ക് എപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓക്കെ, എപ്പോഴും നമ്മളുടെ ഓൺ ഇമോഷൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതിന് പകരം എൻ്റെ ഒതൻറ്റിക് ഇമോഷൻസ് എന്താണ് എന്ന് സ്വന്തം മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. നമ്മൾ പല രീതിയിലുള്ള പല വെറൈറ്റീസ് ഓഫ് ഇമോഷൻസിൽ കൂടെ നമ്മൾ എല്ലാവരും ഓരോ ദിവസം കടന്നു പോകുന്നുണ്ട്. ഫുഡിലെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് പോലെ തന്നെയാണ് നമ്മളുടെ ഇമോഷൻസും. നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും വേണ്ടേ? അതെ, നമുക്ക് എപ്പോഴും ഡെസേർട്ട് എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടും? ഇല്ല. നമുക്ക് പല ഫ്ലേവേഴ്സ് വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഭക്ഷണം നമുക്ക് സ്ഥിരമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പല ഫ്ലേവേഴ്സ് വേണം. ഈ പല ഫ്ലേവേഴ്സ് പോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്. ആങ്കർ ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്, സാഡ്നെസ് ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ എനിക്ക് സാഡ്നെസ് വരേണ്ട ആവശ്യം എന്താ? എനിക്ക് എന്തിനാ സങ്കടം വരണ്ടേ? നീ ഇപ്പം എന്തിനാ വിഷമിക്കണേ? ഇത് ലൈറ്റായിട്ട് എടുത്തൂടെ എന്ന് നമ്മൾ പലരുടെ അടുത്തും ചോദിക്കാറുണ്ട്. സാഡ്നെസ്സിനെ ആ സാഡ്നെസ്സായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, ആങ്കറിനെ ആങ്കറായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, ആൻഡ് ആ ഇമോഷനെ ഫീൽ ചെയ്യാൻ. നമ്മുടെ ബോഡിയിലാണ് നമ്മുടെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത്. അതിനെ ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ലൈഫിലൊരു ഹഡിലാവില്ല. നമ്മളെപ്പോഴും മെൻ്റലി നമ്മുടെ തോട്ട്സിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിന് പകരം നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ഇമോഷൻസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇമോഷൻസ് അതിന് ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. നമ്മുടെ ഇമോഷൻസിനെ എപ്പോഴും വാട്ടറായിട്ടാണ് കമ്പയർ ചെയ്യുക. ഒരു റണ്ണിങ്, ഒരു ഫ്ലോയിങ് വാട്ടർ ബോഡി. ആ വാട്ടർ അവിടെ കെട്ടി നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ആ ഒരു എന്താ പറയുക, എന്തൊക്കെ ഡേർട്ടി മെറ്റീരിയൽസ് അതിനകത്തേക്ക് വന്ന് അടിഞ്ഞ് അത് ഒരു മോശം സ്ഥലമായിട്ട് മാറും. അതിന് പകരം അതിനെ ആ ഒരു ഫ്ലോവിനെ തടസ്സപ്പെടുത്താതെ ഒഴുക്കി വിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാവും. അത് ക്ലീൻ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്. നാച്ചുറലായിട്ട് നമ്മളുടെ ആങ്കറും സാഡ്നെസ്സും ഇതൊക്കെ നമുക്ക് വരുന്നതാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിനെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ,
എൻ്റെ ഇമോഷൻസിനെ ഒരു സെൽഫ് റിഫ്ലക്ഷനിലേക്ക് പോവാം. ഓക്കെ, എന്താണ് എൻ്റെ ഇമോഷൻസ്? ഞാനിപ്പോൾ ആങ്കർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു റീസൺ ഉണ്ട്. ആങ്കർ അവിടെ ഉണ്ടാവാൻ ഒരു റീസൺ ഉണ്ട്. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാരെ കാണാം. ഒരു കാരണമില്ലാതെ അല്ല, കാരണമുണ്ട്. അതെ, പ്രത്യേകിച്ച് ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ. ആങ്കർ എപ്പോഴും പുറത്തോട്ട് വരുന്ന ഇമോഷൻ മാത്രമാണ്. എപ്പോഴും അതിന് അണ്ടർലൈൻ ആയിട്ടൊരു സാഡ്നെസ്സോ ഹെൽപ്ലെസ്നെസ്സോ ഉണ്ടാവാം. ആ സാഡ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും നമുക്ക് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ആങ്കറായിട്ട് മാത്രം പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവൻ ഭയങ്കര ദേഷ്യം അങ്ങനെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു ദേഷ്യം ഉണ്ടാകുന്നു എന്നുള്ളത് കണ്ടെത്തണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടി പുറകിലുണ്ടാവാം. ആ കുട്ടിയെ കണ്ടെത്തണം, ആ കുട്ടീനെ ആശ്വസിപ്പിക്കുക. അതെ, തീർച്ചയായിട്ടും ആ ഒരു റീപാരന്റിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു സ്വന്തം ഇമോഷൻസിലോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിന്ന് മാത്രമേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് നയന, ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് തന്നതിന്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.